ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് നെല്ലിശ്ശേരിയിൽ സേതുമാധവന്റെ അരികിലേക്ക് എത്തി സ്നേഹ ചോദിച്ചു, അച്ഛാ, നമ്മൾ മനുഷ്യർക്ക് ഏത് ജന്മവും നമ്മൾ മനുഷ്യജന്മം എടുക്കുമെന്നല്ലേ പറയാറുള്ളത് എന്ന് ചോദിച്ചു. അത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു, അതെ, എന്തായപ്പോ നിനക്ക് അങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിച്ചതും സ്നേഹ പറഞ്ഞു, എന്നാലേ ഇനിയുള്ള ജന്മങ്ങളിലെല്ലാം ഞാൻ അച്ഛന്റെ മകളായി തന്നെ ജനിക്കണമെന്ന് അച്ഛൻ പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞതും സേതുമാധവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ മാത്രമല്ല മോളെ, എന്റെ 4 മക്കളും എന്റെ മക്കളായി ജനിക്കണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. എന്റെ 4 മക്കളും എന്റെ മരുമക്കളും, അതായത് അവന്തികയും അർച്ചനയും അനഘയും, നിങ്ങൾ 3 പേരും എന്റെ മരുമക്കളായി ജനിക്കണമെന്നും പിന്നെ നിനക്ക് നല്ലൊരു ഭർത്താവും, അതൊക്കെയാണ് ഈ അച്ഛന്റെ സ്വപ്നം. അത് മാത്രമല്ല, നമുക്കൊപ്പം അന്ന് നിങ്ങളുടെ അമ്മയും ഒരു കുഴപ്പവും ഉണ്ടാകാതെ നിങ്ങളുടെ അമ്മയും നമുക്കൊപ്പം ഉണ്ടാകണം. അതാണ് എന്റെ പ്രാർത്ഥന എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സച്ചിയും അർച്ചനയും ആകെ ടെൻഷനോടെ താഴേക്ക് ഓടിയെത്തി. ഇരുവരും വന്ന് സ്നേഹയെ വിളിച്ചു, സ്നേഹ, നീ സന്ദീപിനെ കണ്ടോ എന്ന് ചോദിച്ചതും, അല്ല, ഇത്രയും നേരമായിട്ട് നിങ്ങൾ കിടന്നില്ലേ എന്ന് സ്നേഹ അന്വേഷിച്ചു. നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ല എന്ന് ചോദിച്ചതും അപ്പോഴും അർച്ചന വീണ്ടും സന്ദീപിനെ വിളിച്ചുകൊണ്ടിരുന്നു. അർച്ചന പറഞ്ഞു, ഇത്രയും നേരമായിട്ടും സന്ദീപിനെ റൂമിലെങ്ങും കണ്ടില്ല, അവനെ വീട്ടിലും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആകെ ടെൻഷനിലായി സ്നേഹയും മറ്റും. ഇല്ല, രാവിലെ ഞാൻ അവനെ കണ്ടാണ്, പിന്നെ അവനെ കണ്ടില്ലല്ലോ എന്ന് സ്നേഹ പറഞ്ഞതും അവന്തിക അവിടേക്ക് ഓടിയെത്തി സ്നേഹയോട് ചോദിച്ചു, അല്ല, അനഘയെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഉടനെ അവന്തികയുടെ ചോദ്യം കേട്ട് സ്നേഹ ചോദിച്ചു, അത് ശരി, ഇവിടെ ഇപ്പൊ സന്ദീപിനെ കാണുന്നില്ലെന്ന് പറഞ്ഞതും ഇവിടെ ഇപ്പൊ അനഘയും കാണുന്നില്ലേ, ഇതൊക്കെ ഇത് എവിടെ പോയി എന്നിങ്ങനെ ചോദിച്ചതും ആകെ അവന്തികയുടെ ആ പരിഭ്രമമൊക്കെ കണ്ടതും അർച്ചനയ്ക്കാകെ സംശയമായി. ഉടനെ സച്ചിയും അർച്ചനയും സ്നേഹയും ഒക്കെ സന്ദീപിനെ വീണ്ടും വിളിക്കാനായി ശ്രമിച്ചത്. അവന്തിക പറഞ്ഞു, അപ്പൊ പിന്നെ ഇനി ആരും അന്വേഷിക്കേണ്ട, അവര് എവിടേക്കോ പോയി, അതാണ് സത്യം. അത് കേട്ടതും സേതുമാധവൻ അവന്തികയോട് ചോദിച്ചു, നിന്നോട് അവരങ്ങനെ വല്ലതും പറഞ്ഞോ? ഉടനെ സേതുമാധവനോട് അവന്തിക പറഞ്ഞു, അതെ, അവരെന്നോട് പലപ്പോഴായി പറയുന്നുണ്ട്, അവരുടെ ആഗ്രഹം ആരും സാധിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ലല്ലോ, അവര് ആരുടെയും അവരുടെ സ്വപ്നങ്ങളൊന്നും നിങ്ങളാരും സഫലമാക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ, അവരുടെ മനസ്സിൽ വെറുതെ മോഹങ്ങൾ കൊടുത്ത് അവരെ വേദനിപ്പിക്കുകയല്ലേ എല്ലാവരും ചെയ്യുന്നത്, അവരെവിടേക്കോ ഒളിച്ചോടി പോയി, അതാ സംഭവിച്ചിരിക്കുന്നത് എന്ന് അവന്തിക എല്ലാവരോടുമായി അറിയിച്ചു. അത് കേട്ടതും അവന്തികയുടെ ആ സംസാരം കേട്ടതോടെ സത്യത്തിൽ അവന്തിക മനഃപൂർവ്വം കളവ് പറയുന്നതാണ് എന്ന് അർച്ചനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നു. അർച്ചന സംശയത്തോടെ നോക്കി നിൽക്കുമ്പോൾ ഉടനെ അർച്ചനയുടെ ആ ഒരു നോട്ടം കണ്ട് അവന്തിക പറഞ്ഞു, അതെ, അവരെ 2 പേരെയും വിവാഹം നടത്താൻ ഇവിടെ ആരും താല്പര്യം കാട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം തേടിപ്പോയി, അതാണ് സംഭവിച്ചിരിക്കുന്നത്. അവര് ഇനിയും ഇങ്ങനെ മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, പലപ്പോഴായി അവരെന്നോട് അക്കാര്യം പറഞ്ഞതാണ് എന്ന് പറഞ്ഞതും അച്ഛൻ അരികിലേക്ക് എത്തി, ഏട്ടത്തി, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്, അവരെവിടേക്കാ പോയതെന്ന് ഏട്ടത്തിക്ക് അറിയില്ലല്ലോ, അവർ 2 പേരെ പോയതെന്നും അറിയില്ലല്ലോ, 2 പേരും 2 സ്ഥലത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക, വെറുതെ ഇങ്ങനെ ഓരോ ഊഹാഭാവങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതും പെട്ടെന്ന് അവന്തിക പറഞ്ഞു, അല്ല, എനിക്ക് ഉറപ്പാണ്, അവര് ഇതുപോലെ അവർക്ക് ഒന്നിച്ച് ജീവിക്കാനായിട്ട് അവരെവിടേക്കെങ്കിലും പോയതാവും, അതാ സത്യം എന്ന് പറഞ്ഞ് അവന്തിക അങ്ങനെ നിൽക്കുമ്പോൾ സേതുമാധവൻ സച്ചിയുടെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, മോനെ സച്ചി, നീ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്ക്, വിവരം അറിയിക്കുക എന്ന് പറഞ്ഞതും അവന്തിക ഓടി വന്ന് സച്ചിയെ തടയുന്നു. എന്തിനാ സച്ചി വെറുതെ അവരെ വിളിച്ച് വിവരങ്ങൾ അറിയിക്കുന്നത്? നാട്ടുകാരെ കൂടി വിവരങ്ങൾ അറിയിക്കുന്നത് നാണക്കേടല്ലേ? 2 പേരുടെയും വിവാഹം നിശ്ചയിച്ചുറപ്പിച്ചതാണ്, എന്നിട്ട് അവരിതാ 2 പേരും ഒളിച്ചോടി പോയെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കുടുംബത്തിനല്ലേ നാണക്കേട്? ഇപ്പോ എല്ലാവർക്കും തൃപ്തിയായല്ലോ അല്ലെ? 2 പേരും പോട്ടെ, എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ. എന്നെ അനുജത്തിയുടെ വിവാഹം വലിയ ആർഭാടകരമായി നടത്തണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതാണ്, എന്തായാലും ഇനി അത് നടക്കില്ലല്ലോ, അവർ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവന്തിക അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ സച്ചി പറഞ്ഞു, ഏയ് ഏട്ടത്തി, നമുക്ക് അന്വേഷിക്കാം, അങ്ങനെയൊന്നും ആയിരിക്കില്ല സംഭവിച്ചിട്ടുണ്ടാവുക. അപ്പോഴേക്കും അവന്തിക അർച്ചനയുടെ അരികിലേക്കും വന്നതെന്ന് പറഞ്ഞു, അതെ, അവരുടെ വിവാഹകാര്യം പറയുമ്പോഴൊക്കെ പല മുട്ടാപ്പോക്കും പറഞ്ഞ് അവരുടെ വിവാഹം നടത്താതിരിക്കാനുള്ള ശ്രമങ്ങളല്ലേ നടത്തിയിരുന്നത്. ഇനി എന്തായാലും അവർ സന്തോഷമായി ജീവിക്കട്ടെ, അവരെ ഒരുമിച്ച് ജീവിക്കാൻ ആരും അനുവദിക്കുന്നില്ല എന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പലപ്പോഴായി അവർ 2 പേരും എന്നോട് പരാതിയും പറഞ്ഞിട്ടുള്ളതാണ്. അവസാനം അവരെവിടേക്കോ പോയി, എന്തായാലും അനഘ എന്നെ വിളിക്കാതിരിക്കില്ല, ഞാൻ കുറച്ചു കഴിയുമ്പോഴത്തേക്കും അവൾ എന്നെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കും, അപ്പോൾ അറിയാം എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന്, എവിടെയാണെന്ന്, അങ്ങനെ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളാം എന്ന് പറയുമ്പോൾ സന്ദീപിനെ അജയനും കൂട്ടുകാരും ചേർന്ന് ഒരു ഗോഡൗണിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഒരു ഊഞ്ഞാല് കെട്ടി ആ ഊഞ്ഞാലെ കയറ്റിയിരുത്തി സന്ദീപിന്റെ കാലും കൈയും എല്ലാം ബന്ധിച്ചിരിക്കുന്നു. അതിന് മുകളിൽ കയറിയിരുന്ന് അജയൻ സന്ദീപിനെ തല്ലിക്കൊണ്ടേയിരിക്കുന്നു. കൂട്ടുകാരന്മാർ ഊഞ്ഞാലാടിക്കൊണ്ട് ആതിരയുടെ പൊന്നോമനെ ഊഞ്ഞാലാടിക്കോ എന്നെല്ലാം പറഞ്ഞ് ഊഞ്ഞാലാട്ടുന്നതിനിടയിൽ സന്ദീപിന്റെ കർണത്ത് അജയൻ ഓരോന്നും കൊടുക്കുന്നു. അതിനിടയിൽ അജയൻ പറഞ്ഞു, അതെ, ഞാനന്ന് അവളുടെ വീട്ടിൽ വന്നപ്പോ നീ എന്താടാ എന്നോട് കാണിച്ചത്? സത്യത്തിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ മുന്നിൽ വെച്ച് തല്ലുകൊള്ളുക എന്ന് പറഞ്ഞാൽ വളരെ നാണക്കേടുണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ
ആ നാണക്കേട് എനിക്ക് വല്ലാത്ത വേദനയാണ് അത് സമ്മാനിച്ചത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നിന്റെ ഈ മുഖം ഉണ്ടല്ലോ, ഇതുപോലത്തെ ഈ മത്തങ്ങ പോലത്തെ മുഖവും പിന്നെ ദേഹം ഇന്ന് വരെ ഉടഞ്ഞിട്ടില്ലാത്ത ഒരു ശരീരവും, എന്നാ അതൊക്കെ ശരിക്കും ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്. നീ പറഞ്ഞ ശരി തന്നെയാണ്, നിനക്ക് നട്ടലുണ്ട്, അത് സമ്മതിച്ചു. സത്യത്തിൽ ആ നട്ടല് വളയ്ക്കാനും കുനിയാനും ഒക്കെ ഉള്ളതാണ്. നീ എന്തായാലും അങ്ങനെയൊന്നും കുനിയാറില്ലല്ലോ. നീ കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ നീ ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കാറുള്ളത്. കാരണം നീ ഒരു റോബോട്ടിനെ പോലെയാണല്ലോ നടക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാ നിന്റെ നട്ടില് വളയാത്തതും. എന്തായാലും ആ വളയാത്ത നട്ടല് ഞാൻ ശരിക്കും വളച്ചെടുത്തോളാം. പിന്നെ ഒരു കാര്യം കൂടി, നീ വേറെ വല്ലോ പെൺപിള്ളാരെയും പോയി വളച്ചാ പോരായിരുന്നോ? സത്യത്തിൽ നിന്നെ കാത്തിരിക്കുന്ന വലിയ കൊമ്പത്തെ ഒരു പെണ്ണാ വീട്ടിലുണ്ടല്ലോടാ. അപ്പോ ആ പെണ്ണിനെ മാത്രം നീ അങ്ങ് സ്വന്തമാക്കിയാ പോരെ? എന്നിട്ട് ആവശ്യമില്ലാതെ കുഞ്ഞുകുട്ടി പരാധീനമായി നടക്കുന്ന ദയാനന്ദ മാഷിന്റെ മകളുടെ പിന്നാലെയൊക്കെ എന്തിനാ മോനെ നീ വെറുതെ ഇങ്ങനെ നടക്കുന്നത്? സത്യത്തിൽ ഞാൻ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറായിരിക്കുന്നത് കുറച്ച് പുത്തമ്പണം കണ്ടിട്ട് തന്നെയാണ്. അത് മോഹിച്ചു തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അതുകൊണ്ട് നീ ആതിര എന്നുള്ള ആ മോഹം അങ്ങ് മനസ്സിൽ നിന്ന് മാറ്റിയേക്ക്. അതാണ് നിനക്ക് നല്ലത്. എന്തായാലും നീ ഇവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നിന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ ഞാൻ അങ്ങ് മാറ്റിക്കോളാം, എന്താ പോരെ എന്ന് അജയൻ ചോദിച്ചതും സന്ദീപ് പറഞ്ഞു, നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ ഇനി എന്തൊക്കെ ചെയ്താലും ശരി, എന്നെ കൊന്നാലും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആതിര എന്റേത് മാത്രമാണ്. ആതിര എന്റെ മാത്രം സ്വന്തമാണ്. അവളെ മറ്റാർക്കും സ്വന്തമാക്കാൻ കഴിയുകയുമില്ല എന്ന് സന്ദീപ് പറയുന്നത് കേട്ട് അജയൻ പറഞ്ഞു, അതൊക്കെ നമുക്ക് കാണാം. എന്തായാലും നിന്നെ ഇവിടുന്ന് ഞാൻ എന്തായാലും ജീവനോടെ അയക്കുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നിന്നെ പഠിപ്പിച്ചിട്ടേ വിടൂ, അത് തീർച്ച എന്ന് അജയൻ പറഞ്ഞു. അപ്പോഴേക്കും സന്ദീപ് പറഞ്ഞു, മര്യാദയ്ക്ക് നീ എന്നെ എന്റെ കയ്യിലെ കാലിലും കെട്ടഴിച്ചു വിട്ട് എന്നിട്ട് കാര്യങ്ങൾ പറയടാ എന്ന് സന്ദീപ് പറഞ്ഞു. അപ്പോഴേക്കും അജയൻ പറഞ്ഞു, ഓഹോ അത് ശരി, അപ്പോ അങ്ങനെ നിന്നെ ഇപ്പൊ ഞാൻ കെട്ടഴിച്ചു വിടണോ അല്ലേ? അതിപ്പോ നോക്കട്ടെ, സമയാകട്ടെ. അതുവരെ എന്റെ പൊന്നുമോൻ ഇങ്ങനെ ഏറിൽ നിൽക്ക്, നീ ഇങ്ങനെ ഏറിൽ നിൽക്കട്ടെ, ഞാൻ ഇങ്ങനെ ഭൂമിയിലും. പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരുന്നുണ്ട്. നിനക്കറിയാത്ത പല പാഠങ്ങളും നിന്നെ ഞാൻ പഠിപ്പിക്കും. വലിയ വീട്ടിലെ നിന്നെ പോലുള്ള കിളുന്ത പയ്യന്മാരുടെ സ്വഭാവം ഇത് തന്നെയാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കയറി ഇടപെടും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യും. അതാണ് നിനക്കൊക്കെ പറ്റുന്ന തെറ്റ്. എന്തായാലും ശരി, കുറച്ചു ദിവസം എന്റെ പൊന്നുമോൻ ഇവിടെ ഇങ്ങനെ കിടക്ക് കേട്ടോ. നിന്റെ ഈ കാലൊക്കെ ഞാനൊന്ന് ശരിയാക്കി തരാവേ എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപിന്റെ തൊടയിൽ കയറി കടിക്കാൻ തുടങ്ങുന്നു അജയൻ. അപ്പോഴേക്കും സന്ദീപ് അജയനെ കാലുകൊണ്ട് തട്ടിമാറ്റുന്നു. ഈ സമയത്ത് അജയൻ പറഞ്ഞു, പൊന്നുമോനെ, നിന്നെ ഈ അജയൻ ശരിക്കും മെരുക്കിക്കൊള്ളാം. ആതിര എന്ന് പറയുന്നവൾ അത് ഈ അജയനുള്ളത് തന്നെയാണ്. അന്ന് അവളേതോ ചെറുക്കനുമായിട്ട് സ്നേഹത്തിലാണെന്ന് അറിഞ്ഞിരുന്നു. പക്ഷെ അത് നീയാണെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അന്നാണ് അവിടെ വെച്ചാണ് നീ ആണെന്നുള്ള സത്യം അറിഞ്ഞത്. അന്ന് നീ എനിക്ക് തന്ന സമ്മാനങ്ങളൊക്കെ നിനക്ക് തിരിച്ചു തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതുമാണ്. അതുകൊണ്ടാണ് നിന്നെ ഞാനിപ്പോ ഇവിടേക്ക് കൊണ്ടുവന്നത്. നിനക്കതെല്ലാം ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് കേട്ടല്ലോ. ഇനി ആതിര എന്നുള്ള മോഹം നീ അങ്ങ് മറന്നേക്ക് കേട്ടടാ എന്ന് പറഞ്ഞ് വീണ്ടും അവിടെ ഇരുന്ന വലിയൊരു വടിയെടുത്ത് സന്ദീപിന്റെ മുഖത്തിനിട്ട് തല്ലുന്നു. ആ സമയത്ത് സന്ദീപിനെ കുറിച്ച് വിവരങ്ങളൊന്നും അറിയാതെ ആകെ നിരാശയിലായിരുന്നു അർച്ചനയും മറ്റുള്ളവരും. അപ്പോഴേക്കും വൃന്ദാവനത്തിലേക്ക് ഒരു ഫോൺ കോൾ എത്തി. മീര വിവരങ്ങൾ അറിഞ്ഞതും മീര വേഗം അനൂപിനെ അന്വേഷിച്ച് ഓടിയിരിക്കുന്നു. അനൂപേട്ട എന്ന് വിളിച്ചുകൊണ്ട് അതിലെ ഓടി വന്നത് അനൂപ് ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്നത് കണ്ട് മീര അരികിലേക്ക് എത്തി. അനൂപേട്ടൻ എവിടെ ഇരുന്നിട്ടാണോ ഞാൻ ഇത്രയേറെ വിളിച്ചിട്ടും മിണ്ടാതിരുന്നത്? അതെ അച്ഛ, അമ്മേ, എല്ലാരും ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് അവിടുന്ന് മീര ബഹളം വെച്ചു. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് കമലടുത്തി വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ പെണ്ണ് ഇവിടെ ഇങ്ങനെ വിളിച്ചു പോകുന്നത്? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങോട്ട് വന്ന് പറഞ്ഞൂടെ? അപ്പോഴേക്കും ദയാനന്ദ മാഷ് ഇവിടേക്ക് എത്തി. എന്താ കാര്യം? ഉടനെ തന്നെ മീര പറഞ്ഞു, ആതിര എവിടെ? അവളാണ് ശരിക്കും കേൾക്കേണ്ടത്, ഒരു സന്തോഷ വാർത്തയുണ്ട് എന്ന് പറഞ്ഞു. ദയാനന്ദ മാഷ് ചോദിച്ചു, എന്താ കാര്യം? അല്ല, പ്രധാനപ്പെട്ട കാര്യം അവളെ അറിയേണ്ടത്, അവളോട് ഇങ്ങ് വരട്ടെ എന്ന് പറഞ്ഞത് ആതിര അവിടേക്ക് എത്തി. അപ്പോഴേക്കും എന്താ കാര്യം എന്നറിയാൻ ആതിര വന്നതും മീര അതിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ എല്ലാരും എത്തിയല്ലോ, ഒരു കാര്യം ഞാൻ പറയട്ടെ. ആ നമ്മുടെ സന്ദീപ് ഇല്ലേ, ആ നെല്ലിശ്ശേരിയിലുള്ള സന്ദീപ്, ആ സന്ദീപും അനഘയും ഒളിച്ചോടി പോയെന്ന്, അതാണ് ഇപ്പൊ അറിഞ്ഞ വാർത്ത എന്ന് മീര അറിയിച്ചു. ആ വാക്ക് കേട്ടതും എല്ലാവരും ആകെ ഞെട്ടി. ആതിര ആകെ ഞെട്ടിത്തെറിച്ചങ്ങനെ നിൽക്കുമ്പോ, അതേനെ, ആ ചെറുക്കൻ അങ്ങനെയൊക്കെ കാണിക്കുമെന്ന് ഞാൻ അപ്പോഴേ കരുതിയിരുന്നതാണ്. അല്ലെങ്കിലും എത്ര നാളെ അവർ വിവാഹകാര്യം പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് നീട്ടിക്കൊണ്ട് പോകുന്നു. അതുകൊണ്ട് അവസാനം ആ ചെറുക്കൻ കണ്ടില്ലേ ആ പെണ്ണിനെ വിളിച്ചോണ്ട് പോയിരിക്കുന്നത്. ആ വിവാഹം നേരത്തെ നടത്തി കൊടുക്കേണ്ടതല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചതും ആതിര ആകെ ടെൻഷനിലായി. അപ്പോഴേക്കും ദയാനന്ദ മാഷും
കമലടുത്തേയും ആകെ അതിശയത്തോടെ ചോദിച്ചു. അല്ല, അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചതും, അതെ, ഇപ്പൊ എന്നെ അവന്തിക വിളിച്ച് സങ്കടത്തോടെ പറഞ്ഞതേ ഉള്ളൂ. അവരുടെ അനുജത്തെയും കൂട്ടി സന്ദീപ് എങ്ങോട്ടോ ഒളിച്ചോടി പോയെന്ന്. അവര് ആകെ വിഷമത്തിലാണ്. എന്നോടിപ്പോ അവന്തികയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞതും അനൂപിനും ദേവന്തമാഷിനും ഒക്കെ ആകെ വിഷമമായി. ആതിരയുടെ മനസ്സ് തകർന്ന അവസ്ഥയിൽ അവർ നിൽക്കുന്നത് കണ്ട് ദേവന്തമാഷ് പറഞ്ഞു, അതെ, നെല്ലിശ്ശേരിയിലെ പിള്ളേരിങ്ങനെ ചെയ്തതിന്റെ പേരിൽ നമുക്ക് എല്ലാവർക്കും വിഷമമുണ്ട്. അത് ശരി തന്നെയാണ്. അത് എന്റെ മൂത്ത മകളെ അവിടേക്ക് വിവാഹം കഴിപ്പിച്ച് അയച്ചു എന്നതിന്റെ പേരിൽ മാത്രമാണ്. ആ ഒരു ബന്ധത്തിന്റെ പേരിൽ മാത്രം. അല്ലാതെ വേറൊരു കാര്യവും ഇവിടെ ഇപ്പൊ ആരും ആലോചിക്കുകയോ ആശങ്കപ്പെടുകയോ ചെയ്യണ്ട. മറ്റൊരു രീതിയിലും ആരും വിഷമിക്കുകയും വേണ്ട എന്ന് ദേവന്തമാഷ് പറയുമ്പോ ഉടനെ അരികിലേക്ക് എത്തിയും മീര പറഞ്ഞു, അതെന്ത് പറച്ചിലാച്ചേ ഈ പറയുന്നത്? പേരിൽ ദയാനന്ദ മാഷ് എന്നുള്ളതിന്റെ ദയ വെച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ചങ്ക് തകർന്ന രീതിയിലുള്ള സംസാരം പറയില്ലേ? അച്ഛൻ പറയുന്നത് പോലെ അങ്ങനെ ഒരു ബന്ധം മാത്രമേ നമുക്ക് ഈ വീട്ടിലുള്ളവർക്കുള്ളൂ ഉള്ളൂ എങ്കിൽ ഇവളുടെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. ഈ മുഖം നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നുണ്ടോ അച്ഛന് എന്ന് ചോദിച്ച് ആതിരയെ നേരെ നിർത്തി മീര ആതിര ദയാനന്ദ മാഷിന്റെ അരികിലേക്ക് കൊണ്ടുവന്നു. അച്ഛൻ ഈ മുഖത്തേക്ക് നോക്കിക്കേ എന്ന് പറഞ്ഞു. ആതിര ആ കണ്ണീരോടെ നിൽക്കുന്നത് കണ്ട് ദയാനന്ദ മാഷിനും കമലെടുത്തേക്കും ആകെ വിഷമമായി. ഉടനെ തന്നെ ആതിര ഒന്നും മിണ്ടാതെ അവിടുന്ന് മാറി നിൽക്കുമ്പോ ആതിരയുടെ മനസ്സ് വല്ലാതെ വേദനിച്ചു എന്ന് അനൂപിനും മനസ്സിലായി. ഉടനെ അനൂപ് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് പെട്ടെന്ന് അനൂപും സമ്മതിച്ചു. ഉടനെ മീര പറഞ്ഞു, അതെ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മുമ്പേ എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാ ഞാൻ ആതിരയ്ക്ക് വേണ്ടി മറ്റൊരു വിവാഹം ആലോചിച്ചത്. ആ അജയൻ എന്തൊരു കാര്യത്തിലാണ് ഇവളെ സ്നേഹിക്കുന്നത്. അജയന്റെ ആ സ്നേഹത്തിലെ ഒരംശം ഇവള് തിരിച്ചു കൊടുത്താൽ മതി. ഇവളുടെ ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ഇവൾക്ക് കഴിയാം. ആ പാവം അജയനോ അജയന്റെ വീട്ടുകാരോ മറ്റോ ഇതുവല്ലോ അറിഞ്ഞാൽ എന്താകും അവസ്ഥ? ഇപ്പോ ഇവളെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിച്ചതെങ്കിലോ ഇവളുടെ ജീവിതം എന്താകുമായിരുന്നോ എന്ന് മീര എല്ലാവരോടുമായി ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ആതിര ആകെ വിഷമത്തോടെ കമലയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഉടനെ തന്നെ കമല ആതിരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോ ദയാനന്ദ മാഷ് പറഞ്ഞു, എന്തായാലും ഇനി ഇക്കാര്യം ഒന്നും ഓർത്ത് ആരും സങ്കടപ്പെടണ്ട. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നമുക്കെല്ലാരും അറിയാമായിരുന്നല്ലോ എന്ന് പറഞ്ഞതും അനുപരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഈ കുടുംബത്തിലെ മൂത്ത പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചയച്ച ആ വീട്ടിലെ അല്ലെങ്കിൽ അച്ചുവിന്റെ ഭർത്താവിന്റെ അനുജൻ ഏതോ പെൺകുട്ടിയും കൂട്ടി ഒളിച്ചോടി പോയി. അത്ര മാത്രമേ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു വാർത്തയ്ക്ക് പ്രസക്തിയുള്ളൂ. അതിൽ കൂടുതലൊന്നും ആരും സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് അനു അറിയിച്ചു. അത് കേട്ടതും ആതിരയുടെ മനസ്സാകെ തകർന്നുവെന്ന് മനസ്സിലാക്കിയതോടെ അനൂപ് പറഞ്ഞു, ഇനി ഇത് കൂടുതലൊന്നും ആലോചിക്കേണ്ടതില്ല. നീ ഇങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ട ആ അജയനോ അജയന്റെ വീട്ടുകാരോ മറ്റോ അറിഞ്ഞാൽ എന്താകും അവസ്ഥ? നിന്റെ വിവാഹവും നടത്താനായി എല്ലാവരും തയ്യാറായിരിക്കുകയാണ്. വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന നീ മറ്റൊരു ചെറുപ്പക്കാരന്റെ കാര്യമോർത്ത് സങ്കടപ്പെടുന്ന വിവരം അറിഞ്ഞാൽ അവന്റെ മനസ്സ് തകർന്നു പോയില്ലേ? അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കണ്ട. അവന്റെ കാര്യത്തെക്കുറിച്ച് നീ ഇനി ആശങ്കപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യണ്ട. അവനെ മറന്നേക്ക് എന്ന് പറഞ്ഞ് അവിടുന്ന് അനൂപ് പോകുന്നു. അപ്പോഴേക്കും മീര പറഞ്ഞു, ഇനിയെങ്കിലും കുറച്ച് ബുദ്ധിപരമായി നിന്ന് ആലോചിക്കുക. അജയനെ പോലുള്ള ഒരു പയ്യനെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കാനായി നീ ചിന്തിക്കുക. അതാ നല്ലത് എന്ന് പറഞ്ഞ് അജയനെ കുറിച്ചെങ്കിലും ഇനി നീ ഒന്ന് ആലോചിച്ച് നോക്കെന്ന് പറഞ്ഞ് മീര അതിനെ ഉപദേശിക്കുന്നു. അതിനുശേഷം കിടക്കാനായി റൂമിലേക്ക് എത്തിയ മീര ബെഡ്ഷീറ്റ് ഇടാൻ വിളിക്കുന്നതിനിടയിൽ അനൂപ് മോൾ എവിടെയെന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും അവന് മോള് ഇന്ന് അമ്മയുടെ കൂടെ കിടക്കുന്നത് പറഞ്ഞു എന്ന് മീര അരികിലേക്ക് എത്തി അനൂപിനോട് അറിയിച്ചു. അനൂപ് എന്താ ആലോചിച്ചിരിക്കുന്നത് കണ്ട് മീര അരികിലേക്ക് എത്തി പറഞ്ഞു, എനിക്കറിയാം അനൂപേട്ടന്റെ ആലോചന എന്താണെന്ന്. അനൂപേട്ടൻ ഇപ്പോഴും അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞത് അനൂപ് പറഞ്ഞു, എങ്കിലും അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും എന്റെ മനസ്സിൽ നിന്നും അത് പോകുന്നില്ല. ആതിരയ്ക്ക് വേണ്ടി മറ്റൊരു വിവാഹം ഞാൻ ആലോചിക്കാനായി ധൃതി കാണിച്ചെങ്കിലും അങ്ങനെ ഒരു ആലോചന നടത്തിയെന്ന് വെച്ചാലും സന്ദീപ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാവരെയും മനസ്സിലാക്കിച്ചുകൊണ്ട് അവൻ വിവാഹം ആലോചിച്ച് ഇവിടേക്ക് വരുമെന്നായിരുന്നു ഞാനും പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ. അങ്ങനെ ഒരു പ്രതീക്ഷ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇവിടെ എല്ലാവരുടെയും ആഗ്രഹം. ഞാൻ പെട്ടെന്ന് ഇടപെടിയുന്ന മറ്റൊരു വിവാഹത്തിനായി തയ്യാറെടുപ്പ് നടത്തിയെങ്കിലും ഈ വീട്ടിലുള്ളവരെല്ലാവരും സന്ദീപിനെ കൊണ്ട് തന്നെ ആരുടെ വിവാഹം നടത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അതിനിടയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? അവളുടെ മനസ്സാകെ തകർന്നു പോയില്ലേ? ഞാൻ കാര്യം പറഞ്ഞാൽ അവരുടെ ഏട്ടനാണെങ്കിലും അവരെ ഇത്രയും നാളും ഞാൻ വളർത്തിയതും കണ്ടിരുന്നതും ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അവളുടെ മനസ്സ് പിടയുമ്പോൾ എനിക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ഞാൻ അവളുടെ കൂടപ്പിറപ്പല്ലേ എന്ന് അനൂപ് സങ്കടത്തോടെ പറഞ്ഞു. ഉടനെ മീര പറഞ്ഞു, അനൂപേട്ട, എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇന്നിപ്പോ ഇങ്ങനെയല്ലേ സംഭവിച്ചുള്ളൂ. അവളെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് അവൻ ഇങ്ങനത്തെ പണി കാണിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? അതുകൊണ്ട് അതൊന്നും ഓർത്ത് അനൂപേട്ടൻ ആശങ്കപ്പെടാതെ എന്ന് പറഞ്ഞതും അനൂപ് പറഞ്ഞു, എന്തായാലും ഇനി അജയന്റെ വിവാഹം നമുക്ക് നടത്തണം. അജയനുമായിട്ടുള്ള ആതിരയുടെ വിവാഹം അതാ വേണ്ടത്.
ഞാനും മുമ്പ് ആലോചിച്ചിരുന്നു. അനൂപേട്ടൻ പറഞ്ഞതുപോലെ സന്ദീപുമായിട്ടുള്ള വിവാഹം നടന്നിരുന്നെങ്കിൽ എന്ന്. അവൾ അത്രമേൽ ആഗ്രഹിച്ച കാര്യമായിരുന്നല്ലോ. പക്ഷെ അതൊരിക്കലും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ ആ വിവാഹത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് അജയനുമായിട്ടുള്ള വിവാഹം നടത്താൻ നിർബന്ധിക്കുന്നത് എന്ന് മീര അനുവിനോട് പറഞ്ഞു. അതുകൊണ്ട് എത്രയും വേഗം ആതിരയും അജയനുമായിട്ടുള്ള വിവാഹം നമുക്ക് നടത്തണം. ഏത് വിധേനയും ആ വിവാഹം നമുക്ക് നടത്തിയേ തീരൂ എന്ന് മീര അറിയിച്ചു. അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, ഞാൻ നിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, ഞാൻ നിനക്ക് വലിയൊരു ബാധ്യതയാവുന്നുണ്ടല്ലേ എന്ന് അനൂപ് മീരയോട് അന്വേഷിച്ചു. അപ്പോഴേക്കും മീര പറഞ്ഞു, അനൂപേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഉടനെ അനൂപ് പറഞ്ഞു, ഞാൻ ശരിക്കും നല്ലൊരു ഭർത്താവല്ല, നല്ലൊരു അച്ഛനുമല്ല അല്ലേ എന്ന് ചോദിച്ചത് കേട്ട് മീര പറഞ്ഞു, ആരാ പറഞ്ഞത് അനൂപേട്ടൻ നല്ലൊരു ഭർത്താവല്ല, നല്ലൊരു അച്ഛനല്ല എന്നൊക്കെ? അതൊക്കെ അനൂപേട്ടൻ വെറുതെ സ്വയം ഓരോ കുറ്റപ്പെടുത്തലുകൾ നടത്തുന്നതല്ലേ? അങ്ങനെയൊന്നും ഒരിക്കലുമില്ല. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, അനൂപേട്ടൻ എന്തല്ലെങ്കിലും അനൂപേട്ടൻ നല്ലൊരു മകനാണ്, നല്ലൊരു മരുമകനാണ്. അതിനേക്കാളൊക്കെ ഉപരി എന്റെ അനൂപേട്ടൻ നല്ലൊരു സഹോദരനാണ്. അത് മതിയല്ലോ. ഞാൻ ഇന്നേ വരെ നമ്മുടെ കാര്യം മാത്രം നോക്കി ജീവിച്ചാൽ മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എന്റെയും എന്റെ മോളുടെയും കാര്യം മാത്രമേ അനൂപേട്ടൻ നോക്കിയാൽ മതിയെന്ന് അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പിടിവാശി പിടിച്ചിട്ടില്ലല്ലോ. എത്രയും വേഗം ആദ്യയുടെ വിവാഹം നടത്തണം, അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം. അതിനുശേഷം കടങ്ങളെല്ലാം ഒതുങ്ങിയിട്ട് വേണം നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം ജീവിക്കാൻ എന്ന് മീര അനുവിനോട് പറയണം. അനൂപ് മീരയുടെ ആ മനസ്സെല്ലാം അറിഞ്ഞ് അനൂപ് മീരയെ ചേർത്ത് പിടിച്ചു. അപ്പോഴേക്കും റൂമിലെത്തിയ ആതിര ആകെ സങ്കടത്തോടെ സന്ദീപിനെ കുറിച്ച് ആലോചിച്ചു. വേഗം തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ആതിര അർച്ചനയെ വിളിക്കണം. അർച്ചന ഫോൺ റിങ്ങുന്നത് കേട്ട് റൂമിലേക്ക് ഓടിയെത്തി മൊബൈൽ എടുത്ത് നോക്കിയതും ആതിര എന്ന് കണ്ടതോടെ അർച്ചനയാകെ വിഷമത്തിലായി. വേഗം കോൾ അറ്റൻഡ് ചെയ്ത് എന്താ മോളെ എന്ന് ചോദിച്ചതും ആതിര ചോദിച്ചു, ചേച്ചി എന്തായി സന്ദീപിന്റെ കാര്യം? സന്ദീപിനെ കുറിച്ച് വല്ല വിവരവുമുണ്ടോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് സന്ദീപ് അനർഹ്യമായി ഒളിച്ചോടിയിരിക്കുകയെന്ന്. അതിലെന്തെങ്കിലും കഴമ്പുണ്ടോ, എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ എന്ന് ചോദിച്ചതും ഉടനെ അർച്ചന പറഞ്ഞു, മോളെ നീ ഒന്ന് സമാധാനപ്പെട്ടിരിക്കെ. സന്ദീപിനെ കാണാനില്ല എന്നുള്ള സത്യം തന്നെയാണ്. പക്ഷെ ഒരിക്കലും അനഘയുടെ കൂടെ സന്ദീപ് ഒളിച്ചോടി പോയിരിക്കുന്നതല്ല. രണ്ടുപേരും രണ്ട് സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത്. അതിനേക്കാൾ ഉപരി ഇപ്പോ അനഘയെ മുമ്പ് അവന്തികേടത്തി മാറ്റി നിർത്തിയതുപോലെ തന്നെ ഇത്തവണയും അനഘ എവിടെയോ അവർ ഒളിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ സന്ദീപിനെയും അവർ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ്. അതാണ് സത്യം. അവസാനം രണ്ടുപേരെ ഒരുമിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അച്ഛൻ അവരുടെ രണ്ടുപേരും വിവാഹം നടത്തി കൊടുക്കാൻ നിർബന്ധിതനാകും. രണ്ടുപേരും ഒളിച്ചോടി പോയതാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ അച്ഛൻ അതിന് തയ്യാറാകും. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. എന്തായാലും നീ സമാധാനപ്പെട്ടിരിക്കെ. ഞാനിതിന്റെ സത്യാവസ്ഥ ഒന്ന് മനസ്സിലാക്കട്ടെ. എന്താ സംഭവിച്ചതെന്ന് ഞാൻ ഒന്ന് മനസ്സിലാക്കട്ടെ. അതിനുശേഷം ഞാൻ നിന്നെ വിളിക്കാം, നീ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് അർച്ചന ആതിരയെ ആശ്വസിപ്പിക്കുന്നു. ആതിര ഫോൺ വെച്ച് കഴിയുമ്പോഴേക്കും ഉടനെ സച്ചി റൂമിലേക്ക് എത്തി. എന്താടോ, ആരാ വിളിച്ചത് എന്ന് സച്ചി അന്വേഷിച്ചതും അർച്ചന പറഞ്ഞു, ആതിരയെ വിളിച്ചത്. അവളാകെ വിഷമത്തിലായി. വിവരങ്ങളൊക്കെ അറിഞ്ഞ് സന്ദീപിന് എന്ത് സംഭവിച്ചതെന്ന് സങ്കടപ്പെടുകയാണ് എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു, ഞാനത് ആലോചിക്കുന്നത് അവനത് എവിടെ പോയി, അതും അനഘയുമായി ഒളിച്ചോടി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞതും ഉടനെ സച്ചിയോട് അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ ഒരിക്കലുമില്ല, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ പറയുന്നത് സച്ചിയേട്ടൻ വിശ്വസിക്കില്ല എന്നറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതെല്ലാം സംഭവിച്ചത് അവന്തികേടത്തി തന്നെയാണ് ഇതിനെല്ലാം പിന്നിൽ. അന്ന് അനഘയെ എവിടെ നിന്ന് മാറ്റി നിർത്തിയതുപോലെ എവിടേക്കോ അനഘയെ ഇപ്പോഴും അവന്തികേടത്തി മാറ്റി നിർത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ സന്ദീപിനെയും അവന്തികേടത്തി തന്റെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അവർ വിവാഹം നടത്താൻ അച്ഛനെ കൊണ്ട് അതിനെ സമ്മതിപ്പിക്കുന്നതിന് വേണ്ടി. അതാണ് അവന്തികേടത്തിയുടെ പ്ലാനിങ്. അതിനു വേണ്ടി തന്നെയാണ് അവരിതെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് അർച്ചന സച്ചിയോട് പറയുന്നു. ഇതിന്റെ എല്ലാം പിന്നിൽ അവന്തികേടത്തിയാണ് എന്ന് പറഞ്ഞതും സച്ചി പെട്ടെന്ന് പറഞ്ഞു, എനിക്കെന്തായാലും അങ്ങനെ തോന്നുന്നില്ല. ഏടത്തി അങ്ങനെയൊക്കെ ചെയ്യുവോ എന്ന് സച്ചി സംശയപ്പെടുമ്പോൾ അർച്ചന താൻ എത്ര സത്യം വെളിപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അത് വിശ്വസിക്കാത്ത സച്ചിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഓർത്ത് അർച്ചന വിഷമിക്കുന്നു.